നിങ്ങളുടെ പുൽപ്പുറങ്ങളിൽ 1000-ആയും 10,000-ആയും പെറ്റ് പെരുകട്ടെ. എല്ലാവരും പറഞ്ഞേ, ആദ്യം 1000-ആയും 10,000-ആയും. ഞാൻ വിശ്വസിച്ച് ഈ വചനത്തെ ദൈവം എന്നോട് തന്ന നിയോഗത്തിൽ കൈമാറുന്നു. വന്ധ്യത്വങ്ങൾ മാറുന്ന വർഷമായി മാറട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കൾ ജനിക്കുന്ന വർഷമായി മാറട്ടെ. വിവാഹം നടക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും അതിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്നവർക്കും വിവാഹങ്ങൾ നടക്കുന്ന വർഷമായി മാറട്ടെ. കുടുംബങ്ങളിൽ വർധനവുണ്ടാകുന്ന വർഷമായി മാറട്ടെ. സങ്കീർത്തനം 128 ഇന്ന് രാത്രിയിൽ ചില കുടുംബങ്ങളെ നോക്കി, മാതാപിതാക്കളെ നോക്കി എളിവൻ പറയുന്നു. 128 കുറിച്ചിട്ട് കൊള്ളുക. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. 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 നിന്റെ തലമുറയിൽ പെറ്റ് പെരുകൽ ഉണ്ടാകും. മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേൽ മേൽ സമാധാനം ഉണ്ടാകും. ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. മതില് തകർക്കുന്നത്, മതില് എന്താണ്? മതില് അപ്പുറത്തേതല്ല, ഇപ്പുറത്ത് വരാതെ പണിയപ്പെടുന്നതാണ് മതില്. മതിലെന്തിനാണ്? മതിലുകൾ അപ്പുറത്തേത് ഇപ്പുറത്ത് വരാത്തതിനാണ് മതിലെന്ന് പറയുക. പ്രകൃതിജന്യമായൊരു മതില് തകർക്കപ്പെട്ടപ്പോൾ അപ്പുറത്തേതല്ല ഇപ്പുറത്ത് വന്നു. സ്നേഹത്തിൻ്റെ മതില് തകർന്നു. പ്രാർത്ഥനയുടെ മതില് തകർന്നു. എന്നാൽ പ്രിയമുള്ളവരെ, മതില് തകർക്കാത്ത വർഷമായി, എന്നാൽ മതിലുകൾ പണിയുന്ന വർഷമായി യേശുവിൻ്റെ നാമത്തിൽ 2026 മാറട്ടെ. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവരും ആമേൻ പറയുന്നവരും എഴുന്നേറ്റ് നിന്ന് ആ ബൈബിൾ ഭാഗത്തിൽ കൈവച്ച് ഉറക്കെ നമുക്കൊരു 3 പ്രാവശ്യം ഒന്ന് വായിക്കാം. എനിക്ക് ദൈവം തന്ന പുതുവത്സര സന്ദേശം എൻ്റെ ദൈവമക്കളോട്, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൗരുഷൻ പ്രേക്ഷകർക്ക് കൈമാറട്ടെ. 12 മുതലുള്ള വാക്യങ്ങൾ ഒരുമിച്ച് ഉറക്കെ വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് വായിച്ച്. ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെ. ഞാനത് പറയുമ്പോൾ ഉറക്കെ ആമേൻ പറയണം. ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വരുന്ന തൈകൾ പോലെ. ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെ. ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയെടുത്ത മൂലത്തൂണുകൾ പോലെ. ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെ. ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ ധാന്യം നൽകാൻ തക്കണം നിറഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ ആടുകൾ പുൽപ്പുറങ്ങളിൽ 1000-ആയും 10,000-ആയും പെറ്റ് പെരുകട്ടെ. ഞങ്ങളുടെ ആടുകൾ പുൽപ്പുറങ്ങളിൽ 1000-ആയും 10,000-ആയും പെറ്റ് പെരുകട്ടെ. ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ 1000-ആയും 10,000-ആയും പെറ്റ് പെരുകട്ടെ. ഞങ്ങളുടെ കാളകൾ ചുമട് ചുമക്കട്ടെ. ഞങ്ങളുടെ കാളകൾ ചുമട് ചുമക്കട്ടെ. ഞങ്ങളുടെ കാളകൾ ചുമട് ചുമക്കട്ടെ. മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീതികളിൽ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ. മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീതികളിൽ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ. ഒരിക്കലൂടെ ചേർന്ന് പറഞ്ഞേ, മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീതികളിൽ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ. ഉറക്കെ പറ, ഇല്ലാതിരിക്കട്ടെ, ഇല്ലാതിരിക്കട്ടെ. അപശബ്ദങ്ങൾ കേൾക്കാത്ത വർഷമായി മാറട്ടെ. അപസ്വരങ്ങൾ കേൾക്കാത്ത വർഷമായി മാറട്ടെ. അപസ്വരങ്ങൾ ഇല്ലാത്ത വർഷമായി മാറട്ടെ. അപവാദങ്ങൾ ഇല്ലാത്ത വർഷമായി മാറട്ടെ. നുണപ്രചാരണങ്ങൾ ഇല്ലാത്ത വർഷമായി മാറട്ടെ. തമ്മിൽ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ഇല്ലാതിരിക്കുന്ന വർഷമായി മാറട്ടെ. ഹല്ലേലൂയ. സ്ഥിതി മാറുന്ന വർഷമായി മാറട്ടെ. ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഇത് സംഭവിക്കുമോ? എന്തുകൊണ്ട്? എൻ്റെ ദൈവം, എൻ്റെ കോട്ടയും, എൻ്റെ ഗോപുരവും, എൻ്റെ രക്ഷകനും, എൻ്റെ പരിചയവും, ഞാൻ ശരണമാക്കിയവനും, എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും. കരങ്ങളടിച്ച് അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് അവിടുത്തെ മക്കൾ ഒരുമിച്ച് നാം ദൈവത്തെ ആരാധിക്കുന്ന ഈ സമയത്ത്, അവിടുത്തെ മക്കൾ ഒരുമിച്ച് നാം ദൈവത്തെ ആരാധിക്കുന്ന ഈ സമയത്ത് കർത്താവ് എനിക്ക് തന്ന പുതുവത്സരത്തിൻ്റെ ഒരു സന്ദേശം ഞാൻ കൈമാറുകയാണ്. ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം എന്തുള്ളത്? ഭാഗ്യമുള്ളത്. കുടുംബങ്ങളിൽ ഈ അനുഗ്രഹം ഉണ്ടാകുവാൻ എളിവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ മുഴുവൻ ദൈവദാസന്മാരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തുടർമാനമായ ആരാധനയാണ് ഇവിടെ ഇന്ന് നടക്കാൻ പോകുക. എന്നാൽ അതിനു മുമ്പായിട്ട് ഈ സ്ഥിതിയിലിരിക്കുന്ന ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവദാസന്മാരോട് എന്നോടൊപ്പം കടന്നു വരും. എന്നിട്ട് ഞങ്ങൾ 1 മിനിറ്റ് ഒരുമിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും ആരാധന തുടരും. ദൈവദാസന്മാരെല്ലാവരും വന്നാട്ട് എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഈ സമയത്ത് മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കുക. ഈ സമയത്ത് പടയ്ക്ക് പുറപ്പെടുന്ന വഴക്കടിക്കുന്നവർ പ്രാർത്ഥിക്കുക. ഈ സമയത്ത് മാനസിക രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഭാരം വഹിക്കാൻ കഴിയാതെ വിഷാദത്തിൻ്റെ ലോകത്തേക്ക് പോയിരിക്കുന്ന മക്കൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരുന്ന വർഷമായി മാറട്ടെ. പുറത്ത്
പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾ മാനസിക രോഗികളായി ക്ഷീണിച്ചു പോയ, ധൈര്യമില്ലാത്ത, ടെൻഷൻ അടിക്കുന്ന എൻ്റെ പൊന്നു മക്കളെ ധൈര്യപ്പെടുത്തുന്ന വർഷമായി മാറട്ടെ. കരങ്ങളടിച്ച് സ്തുതിച്ച് നിന്റെ കാളകൾ ചുവട് ചുമക്കട്ടെ. ജോലികളില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. റബ ലഗദന ഹന്തന റിബല ശബ്ദന അർഗന ദീഗ രഗന ഹന്തന രാജ റൈഡ രഗ രഗദന അഥല റിഖന ശഗന ഊട ബല ധിര ജന. എല്ലാവരും പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന സമയത്ത് ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന വലിയൊരു ഹാർമണി യേശുവിൻ്റെ നാമത്തിൽ ഒരു പ്രോസ്പെരിറ്റി നമ്മുടെ ജനത്തിന് വേണ്ടി എൻ്റെ ദൈവം കൊടുക്കുകയാണ്. ഇവിടെ തുറമാനമായി ആരാധന ഉണ്ടാകും. പുതുവർഷത്തിൽ നാം ദൈവത്തെ സ്തുതിക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ എളിവരായ ദാസര് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത്, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കരം നീട്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് എളിവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരം വഹിക്കാൻ കഴിവില്ലാത്ത ചില പെൺകുട്ടികൾ, ടെൻഷൻ, വിഷാദരോഗം, ഡിപ്രഷൻ, ആൻസൈറ്റി, OCD, യേശുവിന്റെ നാമത്തിൽ മനസ്സ് തകർന്നു പോയ കുഞ്ഞിനെ ഇന്ന് രാത്രി യേശു സൗഖ്യമാക്കുന്നു. പ്രയോജനമില്ലെന്ന് കരുതുന്ന നിന്റെ ആൺകുഞ്ഞിനെ സഭയ്ക്കും നിനക്കും രാജ്യത്തിനും പ്രയോജനമുള്ളതാക്കി മാറ്റുന്ന ട്രാൻസ്ഫോർമേഷൻ ആരില് മക്കളിൽ സംഭവിക്കുന്ന വർഷമായി മാറട്ടെ. സഭകൾ വർദ്ധിക്കുന്ന വർഷമായി മാറട്ടെ. ആടുകൾ 1000-ആയി 10,000-ആയി പെരുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവരാജ്യത്തെ സ്നേഹിക്കുന്നവർ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഒരു ഗ്ലോബൽ റിവൈവൽ പ്രതിസന്ധികളുടെ നടുവിൽ ഉണർവിന്റെ വർഷമായി മാറട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ച് മക്കളില്ലാത്ത ദമ്പതികൾ യേശുവിന്റെ നാമത്തിൽ വന്ധ്യത്വം മാറട്ടെ. വിവാഹങ്ങൾ നടക്കാത്തവർക്ക് വിവാഹം ഉണ്ടാകട്ടെ. വീതികളിൽ നിലവിളി പടയ്ക്ക് പുറപ്പെടുന്നത് ഹല്ലേലൂയ. യുദ്ധങ്ങൾ അവസാനിക്കട്ടെ. കുടുംബങ്ങളിലുള്ള യുദ്ധങ്ങൾ അവസാനിക്കട്ടെ. സഭയിലുള്ള അനാവശ്യ യുദ്ധങ്ങൾ അവസാനിക്കട്ടെ. അയൽവക്കക്കാർ തമ്മിലുള്ള വഴക്കുകൾ അവസാനിക്കട്ടെ. സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവദാസന്മാർ ഐക്യപ്പെട്ട് കർത്താവെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് പ്രിയപ്പെട്ട രാജിച്ചാന്, ജെയിംഷാന്, ജിവിന്, ഞങ്ങളെ എളിയവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഈ ജനത്തിന്റെ മേൽ ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ജനത്തെ ശബനം ഋഗനം ദിഗനം രഗജം ധാരം ധേരം ധീരം ഭാരം ബൗഡൻ രഗജം രഗലം അന്തരജാനം വൈഡവരന്തം നിഗനകര ഉത്തര ഭക്ഷണ വൈഡകരന്തല രേവര ഹന്തല ഋഖത്താരം ധേരകം ഋഗജം. സ്തുതിച്ചാരാധിച്ച് ഇനി ഇവിടെ ആരാധനയാണ്. എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സ്തുതിയുടെ ആരാധനയുടെ നടുവിൽ യേശു കർത്താവിന്റെ നാമത്തിൽ അടഞ്ഞ വഴികൾ തുറക്കട്ടെ. ഭാവി ഇരുളടഞ്ഞു പോയ, ഭാവി ശൂന്യമായി പോയ വിഷണ്ണ മനസ്സുകൾക്ക് ഹല്ലേലൂയ വെളിച്ചം നൽകുന്ന, പ്രത്യാശ നൽകുന്ന പുതുവഴികൾ തുറക്കട്ടെ. മക്കൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകട്ടെ. പ്രയോജനരഹിതമായതൊക്കെ പ്രയോജനമുള്ളതായി യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൈവദാസന്മാർ ചേർന്ന് ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവാനുഗ്രഹം ഇവരിലേക്കുണ്ടാകട്ടെ. ഈ പറഞ്ഞ വാക്യങ്ങൾ 2026 ഈ ജനത്തിന് അനുഗ്രഹമായി മാറട്ടെ, അതിശയകരമായി മാറട്ടെ. വചനം ജീവനായി മാറട്ടെ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. എങ്ങനെ നടക്കും? ആകാശം ചായ്ച്ചങ്ങ് ഇറങ്ങി വരും. പർവ്വതങ്ങൾ പുകയും വണ്ണം അങ്ങ് ഇറങ്ങി വരും. ഈ ജനത്തിന് വേണ്ടി അവിടുന്ന് ഇറങ്ങി വരുന്നതിനായി സ്തോത്രപ്പ, നന്ദിയപ്പ, സ്തുതിക്കുന്നപ്പ, ആരാധിക്കുന്നപ്പ. പിതാവേ നന്ദി, പുത്രനാം യേശുവേ നന്ദി, പരിശുദ്ധാത്മാവ് ദൈവമേ നന്ദി.
പ്രയോജനമില്ലാത്തതിനെ വിശുദ്ധീകരിക്കുന്ന വർഷമായി, ട്രാൻസ്ഫോർമേഷന്റെ വർഷമായി, വിശുദ്ധീകരണത്തിന്റെ വർഷമായി, അത്ഭുതങ്ങളുടെ വർഷമായി, എല്ലാ ഇരുളടഞ്ഞ അവസ്ഥകളിലും പ്രതീക്ഷയുടെ പുതിയ പുതിയ വാതായനങ്ങൾ തുറക്കുന്ന വർഷമായി. ആരാധിക്കാം.